പ്രിയമുള്ളവരെ, ഇറാനിലെ ജനകീയ പ്രക്ഷോഭം തന്നെയാണ് അന്തർദേശീയ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് എന്ന രീതിയിൽ ജനകീയ പ്രക്ഷോഭം വ്യാപിക്കുന്നതായാണ് അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇറാൻ മാധ്യമങ്ങളും ഇറാൻ ഗവൺമെന്റുമൊക്കെ അത് നിഷേധിക്കുന്നുണ്ട്. പ്രക്ഷോഭകാരികളെ അടിച്ചമർത്തി എന്ന രീതിയിൽ ഇറാനിൽ നിന്ന് വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. പക്ഷേ തന്ത്രപരമായ ബാഹ്യ ഇടപെടലുകൾ ഇറാനിൽ നടക്കുന്നുണ്ട് എന്നതിന് വ്യക്തമായ തെളിവുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും മൈക്ക് പോപ്പിയോ, മുൻ US സ്റ്റേറ്റ് സെക്രട്ടറിയുടെ ഒരു ട്വിറ്റ് വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ട്വിറ്റ് ന്യൂയോർക്കിൽ രേഖപ്പെടുത്തിയതാണ്. അതിലിങ്ങനെ പറയുന്നു: ഇറാൻ തെരുവുകളിൽ പ്രക്ഷോഭത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രക്ഷോഭകാരികൾക്കും ഒപ്പമുള്ള മൊസാദ് ഏജന്റുമാർക്കും പുതുവത്സര ആശംസകൾ നേരുന്നുവെന്നാണ്. അതിൽ നിന്ന് വ്യക്തമാകുന്നത് ഇറാനിലെ പ്രക്ഷോഭകാരികൾക്കൊപ്പം മൊസാദിൻ്റെ ഏജന്റുമാർ ചേർന്നുണ്ട് എന്നാണ്. അത് പറയുന്നത് പഴയ US സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോപ്പിയോ ആണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം വ്യക്തമാണ്. അതായത് ഇറാനിലെ ആഭ്യന്തര പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ മൊസാദ് വരച്ചിട്ടൊരു ചിത്രമുണ്ട്. മൊസാദ് അതിൽ ഡയറക്റ്റായിട്ട് തന്നെ പങ്കെടുക്കുന്നുണ്ട്. ആ പ്രക്ഷോഭകാരികൾക്കൊപ്പം ഡയറക്റ്റായിട്ട് തന്നെ പങ്കെടുക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. അതാണ് ഈ മൈക്ക് പോപ്പിയോയുടെ ട്വിറ്റിലൂടെ വ്യക്തമാകുന്നത്. മറ്റൊന്ന്, ഇറാൻ മാധ്യമങ്ങളുടെയൊക്കെ റിപ്പോർട്ട് പ്രകാരം മിക്കപ്പോഴും ഇറാന്റെ പോലീസിന്റെ ഔദ്യോഗിക യൂണിഫോമിൽ പ്രക്ഷോഭകാരികൾ അവിടെ ആക്രമണം നടത്തുന്നതുമായി ബന്ധപ്പെട്ടാണ്. അവർ സ്ഫോടനങ്ങൾ നടത്തുന്നു, സാധാരണക്കാരായ ജനങ്ങൾക്കെതിരെ അതിക്രമം നടത്തുന്നു. അതൊക്കെ ഇറാനി പോലീസാണ് തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്ന ഒരു വിശകലനം ഇറാൻ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇതൊക്കെയാണ് ഒരു പ്രൊപ്പഗണ്ടയുടെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഇറാനിലെ നിലവിലുള്ള ഭരണത്തെ അട്ടിമറിച്ചാൽ മാത്രമേ ഇസ്രായേലിന് നിലനിൽക്കുവാൻ കഴിയൂ എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ നടത്തുന്ന കടന്നുകയറ്റമായിട്ട്, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കലാപമായിട്ട് ഇറാനിലെ കലാപം രേഖപ്പെടുത്തുന്നത്. പ്രത്യേകിച്ചും ഇറാനുമായിട്ട് ഒരു ആയുധം കൊണ്ടുള്ള ഒരു ഏറ്റുമുട്ടൽ അതിപ്പോൾ അപ്രാപ്യമാണ്. കാരണം അവർ ബാലസ്റ്റിക് മിസൈലുകളുടെയൊക്കെ ദൂരപരിധി വ്യാപിപ്പിച്ചു കഴിഞ്ഞു. അതുപോലെ ആണവായുധ രാജ്യമായി എന്നുള്ള ചില റിപ്പോർട്ടുകൾ വരുന്നു. യുറേനിയൻ സമ്പുഷ്ടീകരണം പൂർത്തിയാക്കി അവർ ആണവായുധ രാജ്യമായി എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അവരുടെ ഡ്രോണുകൾ അത്യന്താധുനികവും വളരെ കൃത്യതയാർന്നതുമാണെന്ന വിശകലനങ്ങൾ പുറത്തു വരുന്നു. മാത്രമല്ല, കഴിഞ്ഞ 12 ദിവസത്തെ യുദ്ധത്തിൽ ഇറാന് വലിയ പ്രഹരം ഇസ്രായേലിനെ ഏൽപ്പിക്കുവാനും കഴിഞ്ഞിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഒരു ഡയറക്റ്റ് ഫൈറ്റിൽ ഒരുപക്ഷെ ഇറാൻ ഇസ്രായേലൊക്കെ ഏറ്റുമുട്ടിയാൽ അത് ഇസ്രായേലിന് പരിതാപകരമായ ഒരു അവസ്ഥയിൽ കൊണ്ട് ചെന്നെത്തിക്കും എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും വലിയ ചാരസംഘടനയായ മൊസാദിന് ഇറാനിനുള്ളിൽ ഓപ്പറേഷനുകൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നു എന്നത് വലിയ വസ്തുതയെ തന്നെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതായത് ഇറാനുള്ളിൽ നേരത്തെ നുഴഞ്ഞു കയറിയ മൊസാദ് ചാരന്മാർ ഇപ്പോൾ അവിടെ ഇറാന്റെ കലാപകാരികൾക്കൊപ്പം ചേർന്ന് സർക്കാരിനെതിരെ കലാപം നടത്തുന്നു എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. കഴിഞ്ഞ 12 ദിവസത്തെ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പും ഇറാന്റെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ ആക്രമിക്കുവാൻ ഈ മൊസാദിന്റെ ചാര ഏജന്റുമാർ കഴിഞ്ഞിരുന്നു. വളരെ കൃത്യമായി തന്നെ ഓപ്പറേറ്റ് ചെയ്ത ഡ്രോൺ ആക്രമണങ്ങൾ കൊണ്ട് ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തതിന് ശേഷമാണ് ഇസ്രായേൽ ഇറാനിലേക്ക് ആക്രമണങ്ങൾ നടത്തിയത്. അങ്ങനെയാണ് ഇറാന്റെ സൈനിക മേധാവികളെയും സാങ്കേതിക വിദഗ്ധരെയും ഒക്കെ ആണവശാസ്ത്രകാരന്മാരെയും ഒക്കെ വധിക്കുവാൻ കഴിഞ്ഞത്. പക്ഷേ ഇറാൻ പിന്നീട് അവകാശപ്പെട്ടിരുന്നത് തങ്ങൾക്ക് അതിനുശേഷം നടന്ന ഓപ്പറേഷനുകളിലൂടെ ഇറാന്റെ അകത്ത് കടന്നേറിയ ഇസ്രായേലി ചാരന്മാരെ ഒരു പരിധിവരെ തുടച്ചു നീക്കുവാൻ കഴിഞ്ഞു എന്നാണ്. പക്ഷേ അത് അത്രത്തോളം പ്രായോഗികമായിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ ഈ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ പ്രസ്താവനയും. ഒപ്പം ഇപ്പോൾ ഇറാന്റെ അകത്ത് നടക്കുന്ന ആഭ്യന്തര കലാപങ്ങളിൽ ഈ മൊസാദിന്റെ ചാരന്മാർ ഡയറക്റ്റായിട്ട് തന്നെ പങ്കെടുക്കുന്നു എന്നതിലുള്ള വ്യക്തമായ തെളിവുകളും ലഭിക്കുമ്പോൾ വ്യക്തമാകുന്നത്. മറ്റൊന്നുകൂടിയുണ്ട്, ആയിരക്കണക്കിന് പ്രൊഫൈലുകളാണ് പാഴ്സി ഭാഷയിൽ മൊസാദ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. അതായത് ഇറാൻ്റെ അകത്ത് നടക്കുന്ന ആഭ്യന്തര യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ സർക്കാർ വിരുദ്ധമായ വാർത്തകൾ ഷെയർ ചെയ്യുന്നതിൻ്റെ പേരിൽ ആയിരക്കണക്കിന് പ്രൊഫൈലുകൾ പാഴ്സി ഭാഷയിൽ ഉണ്ടാക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഒപ്പം കുർദിഷ് ബലൂചിസ്ഥാൻ വിമതരും ഇറാനകത്തുള്ള ഇറാൻ്റെ അതിർത്തി പ്രദേശങ്ങളുള്ള കുർദിഷ് ബലൂചിസ്ഥാൻ സായുധ ഗ്രൂപ്പുകളും ഇപ്പോൾ ഈ കലാപങ്ങൾക്കൊപ്പം ചേരുന്നു എന്ന ഒരു വാർത്ത കൂടി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. അതായത് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് സാങ്കേതിക സഹായം വ്യക്തമായി ലഭിക്കുന്നുണ്ട് എന്ന തെളിവാണ്. കാരണം മിക്കപ്പോഴും ഇൻ്റർനെറ്റ് പോലെയുള്ള സാങ്കേതിക ആക്സസുകൾ ഇവർക്ക് ലഭിക്കുന്നുണ്ട്. കാരണം ഈ പ്രൊഫൈലുകൾ ക്രിയേറ്റ് ചെയ്യാനും വാർത്തകൾ ഷെയർ ചെയ്യാനും ഒക്കെയുള്ള വളരെ കൃത്യമായ സാങ്കേതിക തികവും മികവും മൊസാദിൻ്റെ ചാര ഏജൻസികൾ ഇവർക്ക് പകർന്നു കൊടുക്കുന്നുണ്ട് എന്ന് വ്യക്തമാകുന്ന ചില ഉദാഹരണങ്ങൾ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് അവർ പുറത്തുവിടുന്നുണ്ട് ഈ അവസരത്തിൽ എന്നത് പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. പ്രത്യേകിച്ചും ഈ അവസരത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇനിയും ഈ പ്രക്ഷോഭകാരികൾക്കെതിരെ ഇറാൻ നിറയൊഴിച്ചാൽ തങ്ങൾ സൈനികമായി ഇടപെടും എന്ന് പറയുന്നുണ്ടെങ്കിലും അത് അത്രത്തോളം നടക്കുന്ന ഒരു കാര്യമല്ല, സാധ്യമല്ല എന്ന വിശകലനങ്ങൾ തന്നെയാണ് മിക്ക
അന്തർദേശീയ വിദഗ്ധരുമൊക്കെ ചർച്ചയിലൂടെ പറയുന്നത്. പ്രത്യേകിച്ചും ഇറാന്റെ ഒരു സൈനിക ശക്തിയുടെ ആഴവും പരപ്പും വ്യക്തമായി അറിയാവുന്ന ആളാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഒപ്പം ഇസ്രായേലും. അതുകൊണ്ട് തന്നെ വെനിസ്വേലയിലേതുപോലെയുള്ള ഒരു സൈനിക നടപടി ഉണ്ടാകുവാൻ സാധ്യതയില്ല എന്ന ഒരു വസ്തുതയുണ്ട്. മറ്റൊന്ന്, എത്ര നാൾ ഇറാന് ഈ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയും എന്നതാണ്. കാരണം ഒന്നിൽ നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് ഈ ജനകീയ പ്രക്ഷോഭത്തിന്റെ ആഴവും വ്യാപ്തിയും വ്യാപിക്കുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. തൽക്കാലം ഈ വീഡിയോ ഇടവാങ്ങുകയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ജയ് ഹിന്ദ്.